പരസ്യത്തിൽ വാക്പോരുമായി നേതാക്കൾ. വടകരയിലെ കാവിർ സ്ക്രീൻഷോട്ടിനോട് പരസ്യത്തെ UDF താരതമ്യപ്പെടുത്തുമ്പോൾ പരസ്യം നൽകിയതിൽ അസ്വാഭാവികതയില്ലെന്ന് LDFും പറയുന്നു. പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് സന്ദീപ് വാര്യർ എടുക്കുന്ന നിലപാട്. പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് വിവാദം ഒടുവിൽ എത്തിനിൽക്കുന്നത് LDFിന്റെ പത്രപരസ്യത്തിൽ. തിരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കുന്നതിനാണ് പത്രപരസ്യമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. പരസ്യം വെള്ളത്തെ തീപിടിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിനോട് പരസ്യത്തെ ഉപമിച്ച് ഷാഫി പറമ്പിൽ MPയും. വെള്ളത്തിന് തീപിടിപ്പിക്കുന്നത് പോലുള്ള ഒരു വർഗീയ പ്രചരണമാണ്. സംഘപരിവാർ തോറ്റ് നാണം കെട്ട് തലകുനിച്ചിരിക്കും ഇവരുടെ മുമ്പിൽ. അതുപോലത്തെ ഒരു പ്രചരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ആ പാഷാണം വർക്കിയുടെ നിലയിലേക്കാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തരം താണ് പോയിരിക്കുന്നത്. ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഈ പരസ്യം അത് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ളതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ CPM കൊടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം. അത് 2 പത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് ആ 2 പത്രങ്ങളുടെ വായനക്കാരെ സംബന്ധിച്ച് എന്താ CPM മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? അവരുടെ രാഷ്ട്രീയ ബോധത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണോ CPM? ഇങ്ങനൊരു പരസ്യം കൊടുക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന വിഭാഗീയ ചിന്തകളുടെ പിന്നാലെ അവരങ്ങ് വരുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് വ്യാജ സ്ക്രീൻഷോട്ടുകളാണെന്ന് സന്ദീപ് വാര്യരുടെ പ്രതികരണം. പഴയ കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതില്ലെന്നും സന്ദീപ്. പഴയ കാലത്തെ ചില രാഷ്ട്രീയ നിലപാടുകളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ആക്ഷേപിക്കുന്നതിൽ അർത്ഥം എന്താ ഉള്ളത്? ആ പരസ്യത്തിൽ തന്നെ വ്യാജമാണല്ലോ. പരസ്യത്തിൽ നേരത്തെ തന്നെ ഫാക്ട് ഫൈൻഡിംഗ് ടീം അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. എന്നാൽ പത്രപരസ്യത്തിൽ അപാകതയില്ലെന്നാണ് LDF പ്രതികരണം. സമൂഹത്തിലേക്ക് എത്തേണ്ട കാര്യങ്ങളാണ് പത്രപരസ്യത്തിൽ ഉള്ളത്. എല്ലാ പത്രങ്ങളിലും പരസ്യം നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റുകൾ സന്ദീപ് വാര്യർ ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്ന് നേതാക്കൾ. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അനുമതി തേടി അനുമതി വാങ്ങിയിട്ടാണ് പരസ്യം കൊടുത്തിട്ടുള്ളത്. ഇനി അല്ലാന്ന് ആക്ഷേപമുള്ളവർ പരാതി കൊടുക്കട്ടെ. സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പബ്ലിക് ഡൊമൈനിൽ ഉള്ളത് മാത്രമാണ് വന്നിട്ടുള്ളത്. അന്ന് നോവാത്ത ഷാഫിക്ക് വോട്ടെടുപ്പിന്റെ തലേ ദിവസം നോവുമ്പോൾ ആ നോവൽ എന്തു നോവലാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. സന്ദീപ് വാര്യർ RSS വിട്ടിട്ടുണ്ടോ? ഇതുവരെ RSS ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിട്ടില്ല. സംഘപരിവാർ ആശയം തെറ്റാണ് എന്ന് ഇന്നേ വരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ സ്വീകരിച്ചതിന്റെ ഔചിത്യം എന്താണ്? ഇത് കേരളം കണ്ട ഏറ്റവും വലിയ കാപട്യത്തിന്റെ ചതിയുടെ ഭാഗമാണ്. പരസ്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് UDF തീരുമാനം. 24 പാലക്കാട്.